ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എപ്പോഴും വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വെണ്ടയ്ക്കയുടെ ഉപ്പേരിയാണ്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക എടുക്കാം. അതിന് മുകളിലുള്ള ആ ചെറിയ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വെണ്ടയ്ക്ക ഇതുപോലെ ചെറുതായി അരിഞ്ഞു കൊടുക്കാം. അരിഞ്ഞ വെണ്ടയ്ക്കൊക്കെ ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പേരിയാക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെണ്ട ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും നന്നായി പിടിക്കുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളുടെ പച്ചമുളകിൻ്റെ കൂടാണ്. അപ്പോൾ ഞാനൊരു 4 മുളക് എടുത്തിട്ട് കീറി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വാട്ടിയെടുത്ത നമ്മളുടെ ഉപ്പേരി റെഡിയാണ്. കുറച്ചുകൂടി വാടണം എന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂടി വെച്ച് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മൂടി വെക്കാവുന്നതാണ്. ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി വെണ്ട ഉപ്പേരി റെഡിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.